ഇത് കേരളത്തിൽ വിധേയന്മാരുടെ എണ്ണം വളരെയധികം കൂടി വരികയാണ്. അപ്പോൾ ഒരു ഭാസ്കര പട്ടേലരെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു കുറേ വിധേയന്മാരിങ്ങനെ ജീവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇന്നത്തെ അവിടെ ആ സ്ത്രീയെ അങ്ങേയറ്റം അപഹസിച്ചതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള ചിരിയും കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക അപച്യുതിയാണ് നമ്മളത് കാണിക്കേണ്ടത്. ഒന്നാമതൊരു സ്ത്രീ, ആ കുട്ടി അതിൽ പറഞ്ഞിട്ടുള്ളതിൽ എനിക്ക് ആ കുട്ടി ആരാണെന്ന് അറിയില്ല, എനിക്ക് ആ ചടങ്ങിൻ്റെ എന്ത് ഫോർമേഷനാണെന്നും എനിക്കറിയില്ല. എന്ത് തന്നെയായാലും ആ പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടു. ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള മുഖാമുഖം, മോദിയെ മാത്രമൊന്നും ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള മുഖാമുഖം മാധ്യമത്തിലിട്ട് വളരെ നല്ല കാര്യം. നല്ല അപ്പോൾ അതിലത്തെ അത് വളരെ നല്ലൊരു സദസ്സിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. നോക്കിയോ, ഈ മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോഴൊക്കെ എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട്. അദ്ദേഹം ഒരു തറവാട്ട് കാരണവരല്ലേ? അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിക്ക് ഈ കേരളത്തിലെ ആൾക്കാരോട് അങ്ങനെ പെരുമാറാനുള്ള അവകാശമില്ല. ഈ അടുത്ത ചോദ്യമാണ് എന്നെ അമ്പരപ്പിച്ചത്. ഈ കേരളത്തിന് വേണ്ടി എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ കേരളത്തിന് വേണ്ടിയിട്ട് ഈ മുഖ്യമന്ത്രി എന്ത് ത്യാഗമാണ് സഹിച്ചിട്ടുള്ളതെന്ന് ഞാൻ ഒരുപാട് ചകഞ്ഞ് നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. അല്ലാണ്ട് അദ്ദേഹം ഈ കേരളത്തിലെ സാധാരണക്കാരായ ഒരു 63% ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ടായി. കേരളത്തിലെ സാധാരണക്കാരായ ഒരു 63% ജനങ്ങൾക്ക് ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടോ, പിന്നെ പറയുന്നത് എന്താ, അടിയന്തരാവസ്ഥക്കാലത്ത് ഒരുപാട് പേർക്ക് ഇടികൊണ്ടുണ്ട്, ഒരുപാട് BJP-ക്കാർക്ക് ഇടികൊണ്ടിട്ടുള്ള കാര്യം പറയുന്നു. അവരൊക്കെ എല്ലാവരും ഞങ്ങൾക്ക് അടിയന്തരാവസ്ഥക്കാലത്ത് ഇടികൊണ്ടിട്ടുണ്ട് എന്നുള്ള പേരിൽ ജനങ്ങളുടെ മെക്കെട്ട് കയറാനും ഇതുമാതിരി സ്ത്രീകളെ അപഹസിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ എന്ത് സാംസ്കാരികമായിട്ടുള്ള വളർച്ചയാണ് കേരളം നേടിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ എന്നോടൊരാൾ ചോദിച്ചതാണ്, അദ്ദേഹം ഒരു തറവാട്ട് കാരണവരല്ലേ, അദ്ദേഹത്തിന് ഇത്തരത്തിൽ ശാസിക്കുന്നത് കൊണ്ടെന്താ? വേറെ ഇപ്പോൾ മലപ്പുറത്ത് നിൽക്കുന്ന CPM-ൻ്റെ സ്ഥാനാർത്ഥി ഈ മുഹമ്മദ് റിയാസിനെ മരുമകൻ എന്നൊരു ചാനൽ ചർച്ചയിൽ, ഞാൻ ആ ചർച്ചയിൽ ഇരിക്കുന്നുണ്ട്, ഞാനല്ല പറഞ്ഞത്, മറ്റൊരു പാനലിസ്റ്റ് ഒരു മരുമകൻ മന്ത്രിയും എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അസ്വസ്ഥനായിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെ ഈ മുഹമ്മദ് റിയാസിനെ പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ മുഹമ്മദ് റിയാസൊക്കെ നമ്മുടെ ഈ രാജ്യത്തിന്, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ എത്രയാണ്? എത്ര സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം അറസ്റ്റ് വരിച്ചിട്ടുണ്ട്, എത്ര അടി കൊണ്ടിട്ടുണ്ട്. കയ്യിലിരിപ്പിൻ്റെ ദോഷം കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കേരളത്തിലെ ജനങ്ങൾക്ക്, അദ്ദേഹം ഒരു മരുമകനാണ്, ആ മരുമകൻ്റെ കെയർ ഓഫിലാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ എടുത്തു പറയുന്നതിൽ പോലും അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ ഗുരുമൂർത്തി പറഞ്ഞു യഥാരാജ തഥാ പ്രജ എന്ന് പറഞ്ഞിട്ടുള്ളതിനപ്പുറം എനിക്ക് പറയാനുള്ള മറ്റൊരു ഇതുണ്ട്. അതായത് മുൻപേ ഗമിച്ചീടിന ഗോവു തൻ്റെ പിൻപേ ഗമിച്ചീടിന പശു ഗോക്കളല്ല. പശുക്കൂട്ടത്തിൽ ഒരു പശു പോകുന്നതിൻ്റെ പിന്നാലെയാണ് മറ്റു പശുക്കളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ മാതൃകയാവണം, നമ്മൾ നേതൃത്വം നൽകുന്നവർ മാതൃകയാവണം. ഈ മുഖ്യമന്ത്രിയുടെ മാതൃക അദ്ദേഹത്തിൻ്റെ, ഇപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ പറയണതൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള മക്കളും ഭാര്യയൊക്കെ കേൾക്കുന്നില്ലേ? അത് എൻ്റെ വീട്ടിലാവാം. നികുതിപ്പണം കൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ, ഞാൻ ഇടയിൽ കയറിയിട്ട് ഈ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഞാനിപ്പോൾ മിനിഞ്ഞാന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളൊരു വിവരം വെച്ചിട്ട് ഏകദേശം ഇദ്ദേഹം ഈ 8 കൊല്ലം കൊണ്ട് 3,62,00,000 രൂപ അദ്ദേഹത്തിൻ്റെ താമസ സൗകര്യം സജ്ജീകരിക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അരിയും തിന്ന് ആശാരിച്ചിയും കടിച്ച് പിന്നി നായയ്ക്ക് മുറുമുറുപ്പാണ് അദ്ദേഹത്തിൻ്റെ തേച്ച് വെച്ച ഡ്രസ്സിൽ ഈ 3,68,00,000 രൂപ ക്ലിഫ് ഹൗസിൻ്റെ നവീകരണത്തിനും തൊഴുത്തു പണിയാനും ലിഫ്റ്റിനും വേണ്ടി ചെലവഴിച്ചൊരു മുഖ്യമന്ത്രി വിലപിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അയൺ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഷർട്ടിൽ മരപ്പട്ടി മൂത്രമൊഴിക്കുന്നു എന്ന് വിലപിക്കുന്ന ഒരവസ്ഥ. ആ 3,68,00,000 രൂപയെ ഞാനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. ഇദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പ്രതിദിനം അദ്ദേഹത്തിന് 26,400 രൂപയാണ് ഈ കേരളം അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഭക്ഷണമോ, അദ്ദേഹത്തിൻ്റെ മറ്റേ യാത്രാ ചെലവോ, അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ചെലവോ, അദ്ദേഹത്തിൻ്റെ വിദേശ യാത്രാ ചെലവോ ഒന്നും ഇതിൽ പെടില്ല. അദ്ദേഹത്തിൻ്റെ ചികിത്സയും അദ്ദേഹത്തിൻ്റെ താമസ സൗകര്യത്തിന് വേണ്ടിയിട്ട് 26,000 രൂപ ഈ പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണം ചെലവാക്കുമ്പോൾ അദ്ദേഹം അല്പം കൂടി പക്വതയോട് കൂടിയിട്ട് ജനങ്ങളോട് പെരുമാറേണ്ടതാണെന്ന് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി, ഇപ്പോൾ കോട്ടയം പാർട്ടി സമ്മേളനത്തിൽ അച്യുതാനന്ദനെ പുകഴ്ത്തിക്കൊണ്ട് കാണികൾ കുറേ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അദ്ദേഹം വളരെ ക്ഷുഭിതനായി, തലയിലൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു, തലയിലൊരു മുണ്ടൊക്കെ ഇട്ടിട്ട് അദ്ദേഹം അവരെയൊക്കെ വളരെ ശാസിക്കുന്നത് കൊണ്ട് അതൊക്കെ ആവാം. പക്ഷെ അത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അത്തരത്തിൽ തൻ്റെ ശാസനയ്ക്ക് മുൻപിലെ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ കുട്ടികളെ ശാസിക്കുന്നത് പോലെ ശാസിച്ചു കഴിഞ്ഞാൽ ആ ചൂരൽ തുമ്പിൽ അവരുടെ എല്ലാവിധ വികാരങ്ങളും അടിമപ്പെടുത്തിക്കൊണ്ട് ഈ മുഖ്യമന്ത്രി പറയുന്നത് മാത്രം കേൾക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഈ
ധാർഷ്ട്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഈ അഹങ്കാരം നിറഞ്ഞ ഇത്തരത്തിലുള്ള സംസാരത്തെക്കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് മാത്രമാണോ കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു അപച്യുതി വന്നു കൂടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലാട്ട് ശ്രീ അനിൽ നമ്പ്യാർ. ഇതിലെ ഇന്നലെ കോതമംഗലത്ത് നടന്നിട്ടുള്ള സംഭവം കൂടി പറയണം നമ്മൾ. ഈ കോൺഗ്രസിനെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കോൺഗ്രസിനെ ഗാന്ധിജി ഉണ്ടാക്കിയ ഒരു പാർട്ടി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഗാന്ധിജി ഉണ്ടാക്കിയിരിക്കുന്ന സംസ്കാരത്തിന്റെ പേരിലുള്ള ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാർ ഇന്നലെ അവിടെ ചെയ്തിട്ടുള്ളത് എന്താണ്? ഈ എറണാകുളത്തെ DCC പ്രസിഡന്റ് ഒക്കെ ഇന്നലെ അവിടെ അഴിഞ്ഞാടിയിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഈ കടുത്തിരുത്തിക്ക് അടുത്ത് ഒരു സബ് ഇൻസ്പെക്ടറുടെ ചെകിടത്തടിച്ച വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചെകിടത്തടിച്ച DYFI പ്രവർത്തകരും ഇന്നലെ DYSPയുടെ നെഞ്ചത്ത് പിടിച്ച് യൂണിഫോമിട്ട് ഒരു പോലീസുകാരനെ തള്ളിയ DCC പ്രസിഡന്റും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആക്രോശിച്ചിരിക്കുന്ന വാക്കുകൾ ഇന്നലെ കണ്ടില്ലേ? എടാ തെണ്ടികളെ, എന്താണ് ഇവരൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത്? അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭരിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന ജനസ്വാധീനം കൊണ്ട് ജനങ്ങളോട് മെക്കെട്ട് കയറാമെന്ന ധാരണയാണെങ്കിൽ തങ്ങൾ ചെയ്യുന്ന തോന്നിവാസത്തിന് കയ്യടിക്കാൻ കുറേ ജനങ്ങളുണ്ടെന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ചെയ്യുന്നത് തീരെ ഇന്നലെ കോതമംഗലത്ത് നടന്ന സംഭവം അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. കാരണം ആന ഇറങ്ങി വരുന്നത് ഇവിടെ LDF ആണോ ഭരിക്കുന്നത്, അല്ലെങ്കിൽ UDF ആണോ ഭരിക്കുന്നത്, BJP ആണോ ഭരിക്കുന്നത് എന്ന് നോക്കിയിട്ടല്ല ഒരു വന്യമൃഗങ്ങളും ഇറങ്ങി വരുന്നത്. വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ അവരുടേതായ സ്ഥലം, ആവാസ വ്യവസ്ഥയ്ക്ക് തടസ്സം നിന്നുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികൾ അവർക്ക് സഹിക്കാതാവുമ്പോൾ അവർക്ക് വെള്ളവും ഭക്ഷണവും കിട്ടാൻ വേണ്ടിയിട്ട് അവരിറങ്ങി വരികയാണ്. അപ്പോൾ ഇവരിന്നലെ അവിടെ നടത്തിയിട്ടുള്ള ഈ നാടകത്തിൻ്റെ പേരിൽ നാളെ കണ്ടില്ലേ, ഇന്ന് രാവിലെ കാട്ടുപന്നി കുത്തിയിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പന്നിയായാലും തെരുവ് പട്ടിയായാലും ആക്രമണ സ്വഭാവമുള്ള നിലയ്ക്ക് ജനങ്ങളെ ആക്രമിക്കുമ്പോൾ കോതമംഗലത്ത് ഈ ഇലക്ഷന്റെ സമീപത്ത് ഇന്നലെ അവർ നടത്തിയിട്ടുള്ള ഈ നാടകം വോട്ട് കിട്ടാനാണെന്ന് ജനങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ അത് വലിയ ഈ കോൺഗ്രസ് പാർട്ടിക്ക് വന്നിട്ടുള്ള UDFന് വന്നിട്ടുള്ള വലിയൊരു അപച്യുതിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇന്നലെ അവിടെ വീണ്ടും ഞാൻ പറയാണ്, അവിടെ കാണിച്ചിട്ടുള്ള ധാർഷ്ട്യം അങ്ങേയറ്റം മോശമാണ്. അതുമാതിരി തന്നെ ഈ VD സതീശൻ, എനിക്ക് അദ്ദേഹം MLA ആയിരിക്കുന്ന സമയത്ത് എനിക്ക് 2-3 പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വിവരാവകാശ നിയമങ്ങൾ സബ്മിഷനായിട്ടൊക്കെ ഉന്നയിക്കാൻ വേണ്ടി പോയി കണ്ട ആ VD സതീശനിൽ നിന്ന് പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹം തീരെ മാറി. അദ്ദേഹം നടത്തിയിട്ടുള്ള വയനാട്ടിലൊരു പത്രസമ്മേളനത്തിൽ പത്രക്കാരോട്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത പത്രക്കാരോട് ഞാൻ ഇറക്കി വിടുന്നൊക്കെ പറയുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതും ധാർഷ്ട്യത്തിൻ്റെ മറ്റൊരു രൂപമാണ്. അപ്പോൾ കേരളത്തിലത്തെ പ്രതിപക്ഷമായാലും ഭരണപക്ഷത്തിൻ്റെ പിണറായി വിജയൻ സാറായാലും ജനങ്ങൾക്ക് നേരെ ഈ കാണിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു നിലയ്ക്കും ഒരു വ്യക്തിയെ അധിക്ഷേപിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ പിണറായി വിജയനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ധാർഷ്ട്യം നിറഞ്ഞ സംസാരത്തിലൂടെയും ചൂണ്ടുവിരൽ നിർത്തിക്കൊണ്ട് ജനങ്ങളോട് മോശമായ നിലയിൽ സംസാരിച്ചുകൊണ്ടുമല്ല. ഇവിടെ ഉമ്മൻചാണ്ടി കൃത്യം 5 വർഷം അദ്ദേഹം ഭരണം പൂർത്തിയാക്കിയത് ചിരിച്ചുകൊണ്ട് ജനങ്ങൾ പറയുന്നത് മുഴുവൻ ഏറ്റുവാങ്ങുക മാത്രമല്ല, അദ്ദേഹം കല്ലേറ് കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ തല പൊട്ടിയിട്ടുണ്ട്. ആ തല പൊട്ടിയ കേസിൽ കോടതിയിൽ ഹാജരായപ്പോൾ അദ്ദേഹം അതിനെ ആ പ്രതിക്ക് ഇത്ര ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ള നിലയ്ക്കുള്ള നല്ല സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ പിണറായി വിജയനിലേക്ക് ഭരണം എത്തിയപ്പോൾ ജനങ്ങൾക്കതൊരു ശ്വാസം മുട്ടായിട്ട് ഇദ്ദേഹത്തെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കുന്ന വിധത്തിൽ അദ്ദേഹം പെരുമാറുന്നത് അങ്ങേയറ്റം മോശമാണ്.